ആദ്യമായിട്ട് വിട്ടുനിൽക്കുന്നതിൻ്റെ എല്ലാ ആശങ്കകളും അജുവിൽ പ്രകടമായി തന്നെ ഉണ്ടായിരുന്നു. വിശാലമായൊരു മുറിയിൽ തനിച്ചു കിടക്കുമ്പോൾ വീട്ടിലെ ഹാളിൽ വിരിച്ചിട്ട പായയിൽ അവനുള്ളം കയറി കിടന്നു. പാറുവിനെയും സീതയെയും കാണാൻ തോന്നി. പാറുവിൻ്റെ വാത്സല്യം കൊതിച്ചതിനൊപ്പം തന്നെ സീതയുടെ ശാസനകളും അവനിൽ പിടിമുറുക്കി. കണ്ണ് നനയിച്ചു. അതിനെല്ലാം പുറമെ നിരഞ്ജനയുടെ ദയനീയത നിറഞ്ഞ മുഖം അവനെ ജീവനോടെ ചുട്ടെരിയിച്ചു. എനിക്ക് മനസ്സിലാവും അർജുൻ, എല്ലാവരും ആദ്യ ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെ തന്നെയാകും. അതിനെ അതിജീവിക്കാൻ പഠിക്കാത്ത അവസ്ഥയിൽ നിന്നും ഓടി ഒളിക്കാൻ ശ്രമിച്ചാൽ ജീവിതം എങ്ങും എത്തില്ല. നിന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന ടേണിംഗ് പോയിന്റ് ആവാം ഒരു പക്ഷേ ഇത്. അതുകൊണ്ട് ധൈര്യമായി നേരിടാൻ ഒരുങ്ങുക. വന്നിറങ്ങിയ ഉടനെ മിത്തു അവൻ്റെ തോളിൽ ചേർത്ത് പിടിച്ച് പുറത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. മങ്ങിയൊരു ചിരിയോടെ അവനെ നോക്കി എന്നതല്ലാതെ അജു ഒന്നും പറഞ്ഞില്ല. റിമിയെയും ജോണിനെയും അവരുടെ ഫ്ലാറ്റിലാക്കി കൊടുത്തതിനു ശേഷമാണ് മിത്തു അവൻ്റെ മുറിയിലേക്ക് പോയത്. പോയിട്ട് നന്നായി ഒന്ന് ഉറങ്ങി എഴുന്നേക്ക് നീ, നല്ല ആശ്വാസം കിട്ടും. പിന്നിൽ ഉപേക്ഷിച്ചു പോയതൊന്നിനെക്കുറിച്ചും വേവലാതി വേണ്ട അർജുൻ. നിനക്കുള്ളതാണെങ്കിൽ നിന്നെ വിട്ടു പോകില്ല. എന്തും നിനക്ക് എന്നോട് പറയാം. രാത്രിയിലെ ഫ്ലൈറ്റിൽ നിന്റെ സീതേച്ചിയും കണ്ണേട്ടനും ഇങ്ങോട്ട് വരും. നമുക്ക് രണ്ടാൾക്കും പോയിട്ട് അവരെ പിക്ക് ചെയ്യണം. ഓക്കെ അല്ലേ നീ? മിത്തു പറഞ്ഞത് കേട്ട് ചെറിയൊരു ആശ്വാസം അർജുനിൽ വന്നു ചേർന്നിരുന്നു. ചെല്ല്, അതാ റൂം. പോയൊന്ന് ഫ്രഷായി കയറി കിടന്നുറങ്ങിക്കോ. എന്താവശ്യമുണ്ടെങ്കിലും വിളിക്ക്, ഞാൻ അപ്പുറത്തുണ്ട്. മിത്തു അർജുനെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു. മിത്തു ഏട്ടാ. പിന്നിൽ നിന്നും അർജുൻ വിളിക്കുന്നത് കേട്ടാണ് മിത്തു തിരിഞ്ഞു നോക്കിയത്. വീട്ടിലേക്കൊന്ന് വിളിക്കാൻ വല്യേച്ചിയും സീതേച്ചിയും കാത്തിരിക്കും. നന്നേ ചെറിയൊരു ശബ്ദത്തിലാണ് അർജുൻ പറഞ്ഞത്. എയർപോർട്ടിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ കണ്ണനും ഹരിക്കും ഞാൻ മെസ്സേജ് ഇട്ടിരുന്നു. അവർ പറഞ്ഞിട്ട് ചേച്ചിമാർ അറിഞ്ഞു കാണില്ലേ? മിത്തു ചോദിച്ചു. അർജുൻ തല കുലുക്കി. ഇനി വിളിക്കണോടാ? അവൻ്റെ നിൽപ്പ് കണ്ടിട്ട് മിത്തു വീണ്ടും ചോദിച്ചു. വേണ്ട മിത്തേട്ടാ. അർജുൻ ചിരിയോടെ പറഞ്ഞു. ഓക്കെ, എങ്കിൽ പോയി കിടന്നുറങ്ങ് കുറച്ചു നേരം. വൈകുന്നേരം നമുക്ക് ഷേണായി സാറിനെ കാണാൻ പോവേണ്ടതാണ്, മിത്തു ഓർമ്മിപ്പിച്ചു. അരവിന്ദ് ഷേണായി ഇവിടുത്തെ വലിയ ബിസിനസ്മാനാണ്. അദ്ദേഹമാണ് നിനക്കുള്ള ജോലി ഓഫർ ചെയ്തിരിക്കുന്നത്. നീ എത്തിയിട്ട് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞിരുന്നു. അർജുൻ്റെ കണ്ണിലെ സംശയങ്ങൾ കണ്ടിട്ടാണ് മിത്തു വിശദീകരണം പോലെ പറഞ്ഞത്. ടെൻഷൻ ആവേണ്ട അർജുൻ, എനിക്കറിയാവുന്ന ആളാണ് ഷേണായി സാറ്. വീണ്ടും അർജുൻ്റെ മുഖത്തെ അങ്കലാപ്പ് കണ്ടിട്ട് മിത്തു ആശ്വസിപ്പിച്ചു. പിന്നെ ഒന്നും പറയാതെ അർജുൻ അവൻ്റെ ബാഗും എടുത്തുകൊണ്ട് മിത്തു ചൂണ്ടിക്കാണിച്ചു കൊടുത്ത മുറിയിലേക്ക് കയറിപ്പോയി. ആദ്യമായി അവന് വീട്ടിലെ ഹാളിലെ ആ ഇടുങ്ങിയ മൂലയിൽ വിരിച്ച പായയിൽ കിടന്നുറങ്ങാൻ തോന്നി. പതുപതുത്ത മെത്തയിൽ മുള്ളു കുത്തുന്നതുപോലെ അവനുള്ളം പുളഞ്ഞു. AC-യുടെ കുളിർമയേക്കാളും ചെവി പൊട്ടുമാറുച്ചത്തിൽ ശബ്ദമുണ്ടാക്കി മുരൾച്ചയോടെ കറങ്ങുന്ന വീട്ടിലെ ഫാനിനെ അവൻ ഓർത്തു. പരിമിതികൾ ഒന്നും ഓർക്കാതെ ഒറ്റയ്ക്കൊരു മുറി വേണമെന്ന് സീതയോട് വാശി പിടിച്ച് വഴക്കിട്ടതോർത്തു. ഇന്നിപ്പോൾ വലിയൊരു മുറിയിൽ തനിയെ അവൻ്റെ കവളിൽ കൂടി കണ്ണുനീർ പടർന്നിറങ്ങി. പരിഭവങ്ങളും പരാതികളുമായി കൊണ്ടു നടന്നവയെല്ലാം എത്ര പെട്ടെന്നാണ് പ്രിയപ്പെട്ടതിൻ്റെ പട്ടികയിലേക്ക് ചേർക്കപ്പെട്ടതെന്ന് അർജുൻ അതിശയത്തോടെ ആലോചിച്ചു. അജു വിളിച്ചില്ലല്ലോ എന്ന് ഹരിയോട് ചോദിക്കാൻ വന്നതായിരുന്നു പാറു. പക്ഷേ സിറ്റൗട്ടിൽ ഹരിയുടെ കൂടെ ലല്ലുവും കുഞ്ഞിയുമല്ലാതെ കൈമൾ മാഷിനെ കൂടി കണ്ടതോടെ പാറു അവിടെ തന്നെ നിന്നുപോയി. മറ്റുള്ളവരുടെ അരികിൽ നിന്നും ഹരിയോട് മിണ്ടാൻ അപ്പോഴും അവൾക്കൊരു ചമ്മലുണ്ടായിരുന്നു. എന്തേ മോളെ? അവർ കാണാതെ പിറകിലേക്ക് വലിയാമെന്ന് തോന്നിയ തൊട്ടടുത്ത നിമിഷം കൈമൾ മാഷിൻ്റെ ചോദ്യമെത്തി. അപ്പോഴാണ് ഹരിയും അവളെ കാണുന്നത്. അവൻ്റെ മുഖത്തൊരു നിലാവുദിച്ചു. ഏയ് ഒന്നുമില്ല മാഷേ, ഞാൻ വെറുതെ. വിരൽ തമ്മിൽ കോർത്തും അഴിച്ചും വിളറിക്കൊണ്ട് പറയുന്നവളെ കാണെ അവൾക്കെന്തോ പറയാനുണ്ടെന്ന് ഹരിക്ക് ഉറപ്പായിരുന്നു. അച്ഛനുണ്ടായത് കൊണ്ടായിരിക്കും അവളത് പറയാതെ നിൽക്കുന്നതെന്നും അവൻ ഊഹിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചവൻ ഒന്നും ചോദിച്ചില്ല. പാറു അകത്തേക്ക് പോയതും ഹരി ലല്ലുവിനോടും കുഞ്ഞിയോടും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് ചെന്നു. പാറു, ഒന്നിങ്ങ വന്നേ. മുറിയിലേക്ക് കയറും മുന്നേ അടുക്കളയിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. ചെല്ല് മോളെ. ഹരി വിളിക്കുന്നത് കേട്ടില്ലേ? വിളി നല്ലതുപോലെ കേട്ടിട്ടും അനങ്ങാതെ നിൽക്കുന്ന പാറുവിനോട് വരദ പറഞ്ഞു. വിളറിയ ചിരിയോടെ ഒന്ന് തലയാട്ടിക്കൊണ്ട് അവളും മുറിയിലേക്ക് നടന്നു. ഫോണിൽ എന്തോ നോക്കിക്കൊണ്ട് ഹരി കിടക്കയിൽ ഇരിപ്പുണ്ട്. എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? അവളെ കണ്ടതും ഹരി ചോദിച്ചു. അജു, അവൻ വിളിച്ചില്ല. പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആര് പറഞ്ഞു?
ഇന്ന് വെളുപ്പിനെ എത്തിയെന്ന് പറഞ്ഞിട്ട് മിത്തുവിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. ഞാനും രാവിലെയാണ് കണ്ടത്. അത് പറയാൻ നിന്നെ അന്വേഷിച്ച് വന്നപ്പോൾ നീ അവിടെ നല്ല കത്തിയടിയിലായിരുന്നു. അതിന് തടസ്സം വരുത്തണ്ടെന്ന് കരുതി മാറിപ്പോയതാ ഞാൻ. സെറ്റായോ ഇവിടെ? ചിരിയോടെ ഹരി ചോദിച്ചു. പാറു ഒന്നും പറയാതെ വെറുതെ തലയാട്ടി. ദേ, ഈ ഭാവവും നൃത്തവും കാണുമ്പോൾ നിന്നോട് ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെയൊരു ഫീലാണ് എനിക്ക് എപ്പോഴും. മനസ്സിലുള്ളത് ഹരി തുറന്നു പറഞ്ഞു. കാരണം ഇത്തിരി മുന്നേ അവളുടെ മുഖത്തുള്ള ഭാവമല്ല, തനിക്ക് മുന്നിലെത്തുമ്പോൾ ഏതോ അപരിചിതയെ പോലെയുള്ള പെരുമാറ്റം, അതവനെ നോവിക്കുന്നുണ്ട്. ഒരു നോട്ടം കൊണ്ട് പോലും ഞാൻ ശല്യം ചെയ്യുന്നില്ലല്ലോ പാറു. ഇനിയും എന്താ ഞാൻ വേണ്ടത്? നീ തന്നെ പറഞ്ഞതാ. ഹരി എന്ന ഭർത്താവിനെ നീ മൈൻഡ് ചെയ്യാത്തതിൽ എനിക്ക് നിന്നോട് യാതൊരു പരിഭവമില്ല. പക്ഷേ ഹരി എന്ന നിന്റെ കൂട്ടുകാരന് ഈ അവഗണന സഹിക്കാൻ അല്പം പ്രയാസമാണ്. അത് മറക്കല്ലേ നീ? പാറു പിടച്ചിലോടെ മുഖമുയർത്തി അവനെ നോക്കി. ഞാൻ ശ്രമിക്കുന്നുണ്ട് ഹരി. അവളാ പറഞ്ഞത് 100% സത്യമാണെന്ന് ഹരിക്കും അറിയാം. എനിക്കറിയാം പാറു. പക്ഷേ പിന്നെയും പറഞ്ഞിട്ട് അവളെ വേദനിപ്പിക്കാൻ അവൻ ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പക്ഷേ അവിടെ പൂരിപ്പിക്കാതെ അവശേഷിച്ചു. അജുവിനെ വിളിക്കണോ നിനക്ക്? ഹരി ചോദിച്ചു. പാറു ഒരു നിമിഷം പോലും ആലോചിച്ചു നോക്കാതെ ഉത്തരം പറഞ്ഞു. മിത്തുവിൻ്റെ നമ്പർ ഡയൽ ചെയ്തുകൊണ്ട് ഹരി ഫോണ് കാതോട് ചേർത്തു. ഹാ മിത്തു, ഹരിയാണ്. ചിരിയോടെ പറഞ്ഞു തുടങ്ങിയവനെ നോക്കി പാറു നിന്നു. അവന് ഉറങ്ങാൻ കിടന്നെന്ന്. മിത്തു ഫോൺ കൊടുക്കാൻ പോയിട്ടുണ്ട്. ഇത്തിരി നേരത്തെ വിശേഷം പറച്ചിലിനൊടുവിൽ ഹരി പാറുവിനെ നോക്കി പറഞ്ഞു. ദാ അജുവാണ്, സംസാരിക്കേ. ഹരി നീട്ടിയ ഫോണ് ധൃതിയോടെയാണ് അവൾ വാങ്ങിയത്. ഹലോ മോനെ അജു. പതിഞ്ഞതെങ്കിലും ഒരു അമ്മയുടെ വാത്സല്യം മുഴുവനും പകർന്നു നൽകുന്ന അവളുടെ വിളി. ജനലരികിൽ പോയി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. മുറിയിലിരിക്കുന്ന ഹരിക്ക് പോലും അത് കേൾക്കാൻ കഴിയുന്നില്ല. എങ്കിലും മറുവശം നെഞ്ച് കത്തി പടർന്നുകൊണ്ടിരിക്കുന്നവനൊരു മഞ്ഞുമഴയിൽ കുതിർന്നതുപോലെയാവും അവളുടെ വാക്കുകളെന്ന് ഹരിക്കറിയാം. അവളെ തന്നെ നോക്കി ഹരി ചിരിയോടെ ഇരുന്നു. 2-3 മിനിറ്റ് കൊണ്ട് സംസാരം അവസാനിപ്പിച്ചുകൊണ്ട് പാറു തിരിയും വരെയും ഹരി അവളെ നോക്കി പ്രണയിച്ചു. അവളറിയാതെ അവളിലെ ഓരോ ഭാവങ്ങളും ഒപ്പിയെടുക്കുന്നൊരു കാമുകൻ്റെ മനസ്സ് തനിക്കിനിയും കൈമോശം വന്നിട്ടില്ലെന്ന് ഹരി ഓർത്തു. പാറുവിൻ്റെ അനക്കമൊന്നും കേൾക്കാഞ്ഞിട്ടാണ് അവൻ വീണ്ടും അവളിലേക്ക് നോട്ടം നീട്ടിയത്. ഫോണിലേക്കും അവനെയും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുന്നു. ഹരി ചമ്മലോടെ കണ്ണടച്ചുകൊണ്ട് തലയിൽ തട്ടി. ഫോണിലെ സ്ക്രീൻ പിക്ചറായിട്ടിട്ടുള്ള അവളുടെ ഫോട്ടോ ആയിരിക്കും ആ നോക്കുന്നതെന്ന് ഹരിക്ക് ഉറപ്പായിരുന്നു. അവൻ പതിയെ കിടക്കയിൽ നിന്നും എഴുന്നേറ്റു. പാറു അവനെ നോക്കാതെ ഫോൺ നീട്ടി. കോളേജിൽ നിന്ന് എപ്പോഴോ നീ അറിയാതെ എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. അന്നൊരു കൗതുകത്തിന് എപ്പോഴും കാണാമല്ലോ എന്ന് കരുതി സ്ക്രീൻ പിക്ചറായി ചേർത്തു. പിന്നെ അത് മാറ്റാൻ എന്തുകൊണ്ടോ എനിക്കായില്ല. മോഹിച്ചു വാങ്ങിയ ഫോണിൽ ആദ്യമായി മോഹിച്ച നിന്നെ പകർത്തി വയ്ക്കുമ്പോൾ അതെൻ്റെ മനസ്സിലേക്ക് കൂടിയായിരുന്നു. നേർത്തൊരു ചിരിയോടെ ഹരി പറഞ്ഞു. പറയാതെ പോയി അവൻ്റെ സ്നേഹത്തിനാഴങ്ങളിൽ വീണ് പാറു പകച്ചുപോയി. ഗിരീഷിൻ്റെ ഭാര്യയായതോടെ ഇനി മറന്നു കളയണമെന്ന വാശിയോടെയായിരുന്നു ഞാൻ ഈ ഫോട്ടോ നോക്കിയിരുന്നത്. അപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളയാൻ തോന്നിയില്ല. അതെന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അന്നും ഇന്നും. കണ്ണടച്ച് കാണിച്ച് മനോഹരമായൊരു ചിരിയോടെ ഹരി പറഞ്ഞു. അവനോട് എന്ത് പറയണമെന്നറിയാതെ പാറു നിന്നുപോയി. സന്തോഷമായിരുന്നു അവളിൽ മുഴുവനും. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് മുന്നിൽ നിന്നൊരുത്തൻ സ്നേഹത്തോടെ പറയുമ്പോൾ സന്തോഷമല്ലാതെ പിന്നെ എന്തു തോന്നാൻ? കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം അവൻ്റെ സ്നേഹത്തിൻ്റെ മധുരം കൊണ്ടില്ലാതായി പോകുന്നു. പകരം അവിടെ പ്രണയത്തിൻ്റെ ജ്വാലകൾ ആളി തുടങ്ങി. അവനിനി സ്വന്തമാണല്ലോ എന്ന ഓർമ്മ അവളെ കുളിരണിയിച്ചു. ഹരി! പുറത്തു നിന്നും കൈമൾമാഷി വിളിക്കുന്നത് കേട്ടുകൊണ്ടാണ് ഹരി പാറുവിനെ നോക്കിയത്. അമ്മേ, ചിറ്റ വന്നിരിക്കുന്നു. പുറത്തു നിന്നും ലല്ലുവിൻ്റെ വിളി. പാറു ഹരിയെ ഒന്ന് നോക്കിയിട്ട് ധൃതിയിൽ പുറത്തേക്ക് നടന്നു. അത് ശരി, നിന്റെ ചിറ്റ മാത്രമാണോ വന്നത്? ഞാൻ കൂടി ഉണ്ടായിരുന്നില്ലേടി കള്ളി. കണ്ണൻ ലല്ലുവിൻ്റെ കവിളിൽ പിടിച്ചു വലിക്കുന്നത് കണ്ടിട്ടാണ് ഹരിയും പാറുവും ഇറങ്ങി വന്നത്. കണ്ണൻ്റെ കയ്യിലിരുന്നു കൊണ്ടാണ് ലല്ലു ചിറ്റ വന്നെന്ന് വിളിച്ചു കൂവിയത്. ഇനിയും തിരികെ പോകാത്ത ബന്ധുക്കൾക്ക് സീതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പരിചയപ്പെടുത്തുവാൻ വരത. കണ്ണനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് പാറു വേഗം അങ്ങോട്ടേക്ക് നീങ്ങി. ലല്ലുമോളും അവൻ്റെ കയ്യിൽ നിന്നും ചാടിയിറങ്ങിക്കൊണ്ട് സീതയുടെ അരികിലേക്ക് ചെന്നു. എന്താണ്, ഏതു നേരവും മുറിയിലാണല്ലോ? ഒരാക്കിച്ചിരിയോടെ കണ്ണൻ ഹരിയെ നോക്കി താടിയൊഴിഞ്ഞു. അത്രയും ആക്രാന്തം കാണിക്കാൻ എൻ്റെ പേര് കിരൺ വർമ്മ എന്നല്ല.
ഹരിയും വിട്ടുകൊടുത്തില്ല. ഉവ്വേ. ചിരിയോടെ തന്നെ കണ്ണൻ സെറ്റിയിലേക്കിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ അവസ്ഥ. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടുന്ന ഒന്നുണ്ട്. പേരും പെരുമയും നാളും ജാതകവും ആളും ആരവങ്ങളുമായി ഒരു കല്യാണം നിരഞ്ജനയ്ക്ക് നേടിക്കൊടുക്കാൻ നിങ്ങൾക്കായേക്കും. പക്ഷേ അവൾക്കൊരു ഹൃദയമുണ്ട്. ആ ഹൃദയത്തിൽ അവൾ അവളുടെ പ്രാണൻ പോലെ കൊണ്ടു നടക്കുന്ന ഒരു ചെക്കനുണ്ട്. അവനൊപ്പം അവളൊരു ജീവിതം മോഹിക്കുന്നുണ്ട്. കണ്ണൻ കടുപ്പത്തിൽ പറഞ്ഞത് കേട്ടിട്ട് നിരഞ്ജനയുടെ അച്ഛനും ആങ്ങളെയും പരസ്പരം നോക്കുന്നതും ശേഷം ആ നോട്ടം വാതിൽപ്പടിയിൽ ചാരി നിൽക്കുന്ന നിരഞ്ജനയിലേക്ക് നീളുന്നതും ഹരിയും കണ്ണനും നോക്കിയിരുന്നു. നിങ്ങൾക്ക് വേണ്ടി മറ്റൊരു ജീവിതം അവൾക്ക് തിരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഇല്ലാതായി പോകുന്നത് രണ്ടുപേരുടെ സ്വപ്നമാണ്, ആഗ്രഹങ്ങളാണ്. ഇതിനെല്ലാം പുറമെ ജീവിച്ചിരിക്കാനുള്ള അവരുടെ പ്രതീക്ഷകളാണ്. അറിഞ്ഞുകൊണ്ട് അതില്ലാതാക്കണോ? ഒന്ന് ആലോചിച്ചു നോക്ക് രണ്ടാളും. ഹരി നിരഞ്ജനയെ കൂടി നോക്കിയാണ് ആ പറഞ്ഞത്. പൊഴിഞ്ഞു വീഴാൻ പാകത്തിനൊരുങ്ങി നിൽക്കുന്നൊരു മഞ്ഞു തുള്ളിയെപ്പോലെ അവളാ ചുവരിൽ ആശ്രയം പോലെ ചാരി. സമ്മതിക്കൂ എന്നെ എൻ്റെ പ്രിയപ്പെട്ടവനൊപ്പം ചേരാൻ. അനുഗ്രഹിക്കൂ എന്നാ മിഴികളുടെ വിലാപം. അത് ഹരിക്കും കണ്ണനും മനസ്സിലായി. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റാറ്റസിന് ചേരുന്ന മരുമകൻ്റെ ക്വാളിറ്റിയൊന്നും അർജുനില്ലായിരിക്കും. പക്ഷേ എനിക്കുറപ്പുണ്ട് അവന് മുന്നിൽ വിശാലമായൊരു ലോകം കാത്തിരിപ്പുണ്ടെന്ന്. അവനൊരു അവസരമൊരുക്കിയാൽ വലിയൊരു പൊസിഷൻ അലങ്കരിക്കാനുള്ള കഴിവ് അവനുണ്ട്. നിങ്ങളുടെ മകളുടെ ജീവിതം അവൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കുമെന്ന് ഞങ്ങൾ രണ്ടാളും ഉറപ്പു തരുന്നു. കണ്ണൻ വീണ്ടും അവളുടെ അച്ഛനെ നോക്കി. അയാളൊന്നും മിണ്ടുന്നില്ല എന്നത് അവരുടെ ആശങ്ക കൂട്ടിയിരുന്നു. നിരഞ്ജനയുടെ സഹോദരൻ നിഖിലിൻ്റെ മുഖം വലിഞ്ഞു മുറുകിയിരിക്കുന്നു. തീരുമാനം ഞങ്ങൾ അറിയിക്കാം, അതുപോരെ? ഒട്ടും സൗഹൃദപരമായിരുന്നില്ല അവൻ്റെ പെരുമാറ്റം. ശരി, ഞാനും എൻ്റെ വൈഫും ഇന്ന് രാത്രി ബാംഗ്ലൂരിലേക്ക് തിരികെ പോകും. ഞാൻ അവിടെ ഡോക്ടറാണ്. അർജുൻ ഇപ്പോഴുള്ളത് എനിക്കൊപ്പമാണ്. ഹരി നാട്ടിലുണ്ടാകും. എന്തുണ്ടെങ്കിലും അവനെ അറിയിച്ചാൽ മതി, കണ്ണൻ പറഞ്ഞു. ഹരിയും കണ്ണനും എഴുന്നേറ്റു. വെള്ളം കുടിച്ചിട്ട് പോയാൽ മതി ഏട്ടാ. പോവാനിറങ്ങും മുന്നേ നിരഞ്ജന അവർക്ക് മുന്നിലേക്ക് 2 ഗ്ലാസ് ലൈം കൊണ്ടുവന്നു. ഹരിയും കണ്ണനും അവളെ നോക്കി ചിരിച്ചു. ടെൻഷനാവരുത്, എല്ലാം ശരിയാകും. ഇല്ലെങ്കിൽ നമ്മൾ ശരിയാക്കും. എന്തുണ്ടെങ്കിലും ഏട്ടന്മാരെ വിളിക്കാൻ മടിക്കരുത്. നല്ലതുപോലെ എക്സാം അറ്റൻഡ് ചെയ്യണം. ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? കണ്ണൻ അവളെ നോക്കി. ചുണ്ടുകൾ കൂട്ടി പിടിച്ചുകൊണ്ട് തലയാട്ടിയപ്പോൾ കണ്ണുനീർ തുള്ളികൾ അവളുടെ കവിളിലേക്ക് തെറിച്ചു വീണു. കരയണ്ട, നിന്റെ അച്ഛനും ഏട്ടനുമാണ്. നിന്റെ സങ്കടത്തെ, ആഗ്രഹത്തെ അവരോളം മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റാർക്കാണ്? ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ. ഹരി അവളുടെ തോളിൽ മൃദുവായി തട്ടിക്കൊടുത്തു. കുടിച്ചു തീർത്ത ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു. ഞങ്ങൾ ഇറങ്ങട്ടെ, മോൾ അകത്തേക്ക് ചെല്ല്, ഹരി നിരഞ്ജനയെ നോക്കി പറഞ്ഞു. നേർത്തൊരു ചിരിയോടെ തലയാട്ടിയിട്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. നിങ്ങളുടെ ഉത്തരം വൈകും തോറും അവളുടെ ഉള്ളിലെ പിടച്ചിൽ കൂടിക്കൊണ്ടേയിരിക്കും. അവൾക്ക് വേണമെങ്കിൽ അർജുനൊപ്പം പോവാം. അതിനുള്ള പ്രായമൊക്കെ ആയെന്ന് അവൾക്കും നിങ്ങൾക്കെല്ലാം അറിയാം. അതവൾ ചെയ്യാത്തത് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടെന്നിരിക്കെ അതേ ഇഷ്ടം അവളോടും നിങ്ങൾക്ക് കാണിക്കാലോ. ഇഷ്ടമില്ലാത്തൊരു ജീവിതം അത് മുഴുവനും ഉരുകി ജീവിക്കാൻ അവളെ വിട്ടുകൊടുക്കണോ? ഒരേ ഒരു മോളല്ലേ, എല്ലാത്തിനും വലുതല്ലേ അവളുടെ സന്തോഷം. ഇറങ്ങിപ്പോകും മുന്നേ ഹരി പറഞ്ഞു തീർത്ത വാക്കുകൾ ആ ഹാളിൽ മുഴങ്ങിക്കേട്ടിരുന്നു. പ്രതീക്ഷയുടെ മെഴുകുതിരി വെട്ടം പോലെ. നിരഞ്ജനയുടെ വീട്ടിൽ നിന്നും തിരികെ വീടെത്തുവോളം ഹരിയും കണ്ണനും പതിവില്ലാതെ നിശബ്ദരായിരുന്നു. കാരണമറിയാത്തൊരു നോവ് രണ്ടുപേരുടെ ഉള്ളിലും വിങ്ങി. പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ സുഖവും വേദനയും ആവോളം അറിഞ്ഞതുകൊണ്ടായിരിക്കും നിരഞ്ജനയുടെ കരച്ചിൽ, വിങ്ങുന്ന മുഖം, ഇതെല്ലാം അവരിൽ മുറിവുകൾ തീർത്തത്. ഹരിയുടെ വീട്ടിലേക്ക് തന്നെയാണ് മടങ്ങിയത്. ഉച്ചയൂണ് അവിടെ നിന്ന് മതിയെന്ന് കൈമൾ മാഷും വരദയും ഒരേ സ്വരത്തിൽ പറഞ്ഞിരുന്നു. സ്നേഹത്തോടെയുള്ള ആ നിർബന്ധം നിരസിക്കാനും വയ്യായിരുന്നു. നിങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും ഊണ് റെഡിയാവും. രാത്രിയിൽ രണ്ടാളും പോവല്ലേ? ഇനി എപ്പോഴാ ഇങ്ങോട്ട് വരുന്നത്? ഒരു ഒഴിവും പറയേണ്ട കണ്ണാ. ഇപ്പോൾ നിങ്ങൾ രണ്ടാളും പോയിട്ട് വാ, വരദ കട്ടായം പോലെ പറഞ്ഞു. നിരഞ്ജനയുടെ വീട്ടിലേക്കാണ് പോകുന്നതെന്ന് സീതയ്ക്കും പാറുവിനും അറിയാമായിരുന്നു. അവിടെ നിന്നുള്ള നിസ്സഹകരണമൊന്നും ആ പെണ്ണുങ്ങളോട് പോയി പറയാൻ നിൽക്കേണ്ട ഹരി. പിന്നെ രണ്ടിനും അത് മതിയാവും വേദനിക്കാൻ. അച്ചു അവർക്ക് അനിയനല്ലല്ലോ, മകനല്ലേ. ഹരിയുടെ വീട്ടിലെത്തി ഡോർ തുറന്നിട്ട് പുറത്തേക്കിറങ്ങും മുന്നേ കണ്ണൻ ഓർമ്മിപ്പിച്ചു. ഞാനത് നിന്നോട് പറയാൻ വരുമായിരുന്നു, ഹരി ചിരിയോടെ പറഞ്ഞു. പോവാനുള്ളതെല്ലാം സെറ്റല്ലേ? ഹരി വീണ്ടും കണ്ണനെ നോക്കി. അതെല്ലാം റെഡിയാണ്.
നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യുന്നതാകും ഞാൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. ചിരിച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു. അത് ഉറപ്പല്ലേ? കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ചവളാണ്. അവളുടെ ഫീലിങ്സ് എല്ലാം ഇവിടെയുള്ള ഓരോ പുൽക്കൊടികളെ പോലും ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. റിസ്ക്കാണ് മോനെ. ഹരി കൂടി അത് സമ്മതിച്ചു കൊടുത്തു. ആ, കൊണ്ടുപോവാതെ പറ്റില്ലല്ലോ. ആ ദുർഗാലക്ഷ്മി ഇപ്പോഴെൻ്റെ ഹൃദയമല്ലേ. മനോഹരമായൊരു ചിരിയോടെ കണ്ണൻ ഹരിയെ നോക്കി കണ്ണടച്ച് കാണിച്ചിട്ട് ഡോർ തുറന്നിറങ്ങി. ബന്ധുക്കളെല്ലാം അരങ്ങൊഴിഞ്ഞു പോയിരുന്നു അവരെത്തുന്നതിന് മുന്നേ തന്നെ. വിഭവങ്ങൾ നിറഞ്ഞ സദ്യ. അവരെല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ടാണ് ആഘോഷിച്ചത്. കളിയും ചിരിയും കളികളുമായി ധന്യമായ കുറച്ചു മുഹൂർത്തങ്ങളുടെ ഓർമ്മകൾ കണ്ണൻ ഹൃദയത്തിലേക്ക് ആവാഹിച്ചു. സീതാലക്ഷ്മിയെ പ്രണയിച്ചത് കൊണ്ട് മാത്രം തനിക്ക് കൈവന്ന സൗഭാഗ്യങ്ങൾ. പ്രണയം നുരയുന്ന അവൻ്റെ മിഴികൾ സീതയെ തേടി. ഹരിയുടെ അരികിൽ ഏറെ സന്തോഷത്തോടെ നിറഞ്ഞു ചിരിച്ചുകൊണ്ട് അവളും അപ്പോഴവനെ നോക്കുന്നുണ്ടായിരുന്നു, കൊതി തീരാതെ. അധികം ഒഴുക്കില്ലാത്ത തെളിഞ്ഞ വെള്ളത്തിൽ ലല്ലുവും കുഞ്ഞിയും കുത്തിമറിയുന്നുണ്ട്. കണ്ണൻ ആ കൈത്തോടിൻ്റെ മനോഹാരിതയിൽ സ്വയം മറന്നതുപോലെ നിൽപ്പാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഹരിയാണ് ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. അവരുടെ പറമ്പിലെ ഏറ്റവും താഴെ മരങ്ങൾ തണൽ വിരിച്ച ഒരു തോട് ഒഴുകിപ്പോകുന്ന കാര്യം. അവൻ്റെ വാക്കുകളിൽ പക്ഷേ ഇതിത്ര സുന്ദരിയാണെന്ന് അറിഞ്ഞിരുന്നില്ല. അധികം ആഴമൊന്നുമില്ല. ഉരുളൻ കല്ലുകൾ നിറഞ്ഞ അടിവശം മുഴുവനും കാണാം. ലല്ലുവിനും കുഞ്ഞിക്കും ഉത്സവം പോലെയാണ്. കഴിച്ചു കഴിഞ്ഞ് അടുക്കളയൊതുക്കി ഭദ്രയുടെ കൂടെയാണ് സീതയും പാറുവും അങ്ങോട്ടെത്തിയത്. തലേന്നത്തെ ഒച്ചപ്പാടിൻ്റെ ക്ഷീണം തീർക്കാൻ കൈമൾമാഷും വരതയും ഉച്ചമയക്കത്തിലേക്ക് പോയിരുന്നു. സീതയെ കണ്ടത് മുതൽ കണ്ണൻ്റെ മിഴികൾ പ്രണയത്തോടെ അവളെ തഴുകി തലോടി കടന്നു പോകുന്നത് അറിയുമ്പോഴെല്ലാം പാറു ഹരിയൊന്ന് പാളി നോക്കും. അവൻ പക്ഷേ സന്തോഷത്തോടെ സീതയോടും ഭദ്രയോടും ഓരോന്നും പറയുന്നുണ്ട്. കരയിലിട്ടൊരു ഉരുളൻ കല്ലിൽ ഇരുന്നു കൊണ്ട് വെള്ളത്തിലേക്ക് കാൽ നീട്ടിയിരിക്കുന്ന അവനെ കുഞ്ഞിയും ലല്ലുവും ചേർന്ന് വെള്ളം തേവി നനച്ച് കളിക്കുന്നു. അവർക്കൊപ്പം യാതൊരു പരിഭവമില്ലാതെ ഹരിയും ചേരുന്നുണ്ട്. ഇനി പോയിട്ട് എന്നാണ് കണ്ണ തിരികെ ഇങ്ങോട്ട്? കണ്ണനോടത് ചോദിക്കുമ്പോഴും ഹരിയുടെ കണ്ണുകൾ സീതയുടെ നേരെയായിരുന്നു. എനിക്ക് എൻ്റെ കൂട്ടുകാരിയെ മിസ് ചെയ്യുമെന്ന് ആ മുഖത്ത് നിന്നും അറിയാനാകുന്നുണ്ട്. തിരിച്ചിങ്ങോട്ട് വരണോ എന്നത് തന്നെ ഞാൻ ഓർത്തിട്ടില്ല. കണ്ണനത് പറഞ്ഞത് തമാശയായിട്ടാണ്. പക്ഷേ കേട്ടു നിന്നവരുടെ മുഖം മങ്ങി. സീതയും പാറുവും പരസ്പരം നോക്കി. പറഞ്ഞറിയിക്കാനാവാത്തൊരു നോവ് രണ്ടുപേരിലും നീന്തി തുടച്ചു. പക്ഷേ വരാതെ പറ്റില്ലല്ലോ ഹരി. സീതയുടെ പോലെ തന്നെ എൻ്റെയും പ്രിയപ്പെട്ടവർ ഇപ്പോൾ ഇവിടെയല്ലേ. അതങ്ങനെ ഇട്ടെറിഞ്ഞു പോവാനാവില്ലല്ലോ. ഞാൻ എൻ്റെ ഹൃദയം കൊടുത്ത് സ്വന്തമാക്കിയതല്ലേ. മനോഹരമായൊരു ചിരിയോടെ കണ്ണൻ പറഞ്ഞു. ഞാൻ വരുന്നതും വരാത്തതുമൊന്നും നോക്കണ്ട. രണ്ടാളും വരണം ഞങ്ങളുടെ അടുത്തേക്ക്. ഹണിമൂൺ നമുക്ക് അവിടെ ഒരുമിച്ച് ആഘോഷിക്കാം. ഒറ്റ കണ്ണിറുക്കി കണ്ണൻ പറഞ്ഞത് കേട്ട് ഹരിയുടെ കണ്ണുകൾ നീണ്ടത് പാറുവിൻ്റെ നേരെയാണ്. അതേ നിമിഷം തന്നെയാണ് അവളുടെയും നോട്ടം അവനിൽ പതിഞ്ഞത്. പിടച്ചിലോടെ പാറു കണ്ണുകൾ വെട്ടിച്ച് മാറ്റിയപ്പോൾ നേർത്തൊരു ചിരിയോടെ ഹരി കണ്ണനെ നോക്കി. അപ്പോൾ ഞാൻ വരണ്ടേ അങ്കിളെ? ലല്ലു ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ വേണ്ടേ, അങ്കിളിൻ്റെ ലല്ലൂസ് ഇല്ലാതെ എന്താഘോഷമാണ്? അവളുടെ മൂക്കിൽ പിടിച്ചുലച്ചുകൊണ്ട് കണ്ണൻ പറഞ്ഞു. അപ്പം ഞാനോ? കുഞ്ഞിക്കും പരിഭവം. കണ്ണൻ കൊഞ്ചലോടെ അതും തീർത്തു കൊടുത്തു. ഒരുപാട് നേരത്തെ കളിച്ചിരികൾക്കിടയിൽ നിന്നും തിരിച്ചു പോവാൻ അവർക്കാർക്കും ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല. പക്ഷേ ചില വേർപാട് അനിവാര്യമാണ്. ഹരി കൂടി എയർപോർട്ടിലേക്ക് പോകുന്നുണ്ട്. അതവൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ്. കൈമൾ മാഷിനോടും ഭദ്രയോടും വരതയോടുമെല്ലാം യാത്ര പറഞ്ഞിട്ടാണ് സീത പാറുവിൻ്റെ മുന്നിൽ പോയി നിന്നത്. ഹൃദയം ഒന്നാകെ പിടഞ്ഞ് ചോര പൊടിയുന്നുണ്ടെങ്കിലും രണ്ടുപേരും കരഞ്ഞില്ല. പോട്ടേടി ചേച്ചി. സീത പാറുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് യാത്ര ചോദിച്ചു. പോയിട്ട് വാ. ഒരുമിച്ചൊരു കടൽ നീന്തി കടന്നതിൻ്റെ മായ്ച്ചു കളയാനാവാത്തൊരു അവശേഷിപ്പ് പാറുവിൻ്റെ വാക്കുകൾ കടമെടുത്തു. പുറമേ കരയാതെ പിടിച്ചു നിൽക്കുന്ന അവരുടെ ഉള്ളം ആർത്ത് കരയുന്നത് പ്രിയപ്പെട്ടവർക്ക് കേൾക്കാമായിരുന്നു. സന്തോഷമായിട്ടിരിക്കണം. കഴിഞ്ഞു പോയതെല്ലാം വീണ്ടും വീണ്ടും ഓർത്ത് വേദനിച്ചിട്ട് എൻ്റെ കൂട്ടുകാരനെ കൂടി നീ സങ്കടപ്പെടുത്തരുത്. നീയൊന്ന് കൂടെ നിന്നു കൊടുത്താൽ മാത്രം മതിയാവുമടി ചേച്ചി. ഒരിക്കലും ഇനിയൊരു കുഞ്ഞുനോവ് കൂടി നിന്നിലേക്ക് കടന്നു വരാത്തതുപോലെ അവൻ നിന്നെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടന്നോളും. ഇനിയും അവനെ നോവിക്കല്ലേ നീ. ഹരിയുടെ നേരെ നോക്കി അത് പറയുമ്പോൾ എന്തുകൊണ്ടോ പാറുവിനും സീതയ്ക്കും ഒരുപോലെ കണ്ണു നിറഞ്ഞു. ഇവനെൻ്റെ കൂട്ടുകാരനാണ്. നിന്നെപ്പോലെ എനിക്കിവൻ പ്രിയപ്പെട്ടവനാണ് എന്നുള്ള സ്നേഹവും അവകാശപ്പെടലും സീതയെ ഉലച്ചു കളഞ്ഞു. പോട്ടെ ഹരി.
പാറുവിൻ്റെ അരികിൽ നിന്നും സീത ഹരിയുടെ നേരെ ചെന്ന് നിന്ന് പറഞ്ഞു, എനിക്കറിയാവുന്ന എൻ്റെ കൂട്ടുകാരി സ്ട്രോങ് അല്ലേ, പിന്നെ എന്തിനാടി ഈ കരച്ചിൽ? ഹരി കൈനീട്ടി അവളുടെ കവിൾ തുടച്ചു കൊടുത്തു. എന്നോട് നീ എന്തിനാ സീതെ യാത്ര പറയുന്നത്? നമ്മൾ അകലുന്നില്ലല്ലോ. എന്നെ നിനക്കും എനിക്ക് നിന്നെയും നന്നായി അറിയാവുന്നതല്ലേ. ധൈര്യമായി സന്തോഷത്തോടെ പോയിട്ട് വാ. ഈ മുഖത്തുള്ള സന്തോഷവും സമാധാനവും ഞാനെന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ. അതെന്നും അങ്ങനെ കാണാൻ കഴിയണേ എന്നാണ് എൻ്റെ പ്രാർത്ഥനയും. നന്നായി വരും. യാത്ര പറയാൻ ചെന്ന സീതയുടെ തലയിൽ കൈചേർത്തുകൊണ്ട് നാരായണി മുത്തശ്ശി അനുഗ്രഹിച്ചു. സന്തോഷത്തോടെ ജീവിക്കണം രണ്ടാളും. സമയം കിട്ടുമ്പോൾ വല്ലപ്പോഴും ഇങ്ങോട്ട് ഓടി വരണം. പണ്ടത്തെ പോലല്ല, ഇവിടെ ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കാനും കാത്തിരിക്കാനും നിരവധി ആളുകളുണ്ട്, അത് ഓർമ്മ വേണം. കണ്ണൻ്റെ കൈപിടിച്ചുകൊണ്ട് മുത്തശ്ശി ഓർമ്മിപ്പിച്ചു. അവനൊന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആ പറഞ്ഞത് ശരിയാണെന്ന് അവനും അറിയാമായിരുന്നു. നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ശ്രീനിലയത്തിലുള്ളവരുടെ സ്നേഹം തിരിച്ചറിയാൻ അവനും കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കാരണമറിയാത്തൊരകൽച്ച അവരോട് തോന്നുന്നത് കഴിഞ്ഞുപോയ അനുഭവങ്ങൾ നൽകിയ മുറിവിൻ്റെ ഇനിയും മായാതെ കിടക്കുന്ന പാടുകളാണ്. ഒരിക്കൽ അവഗണനയുടെ ചൂടറിഞ്ഞാൽ പിന്നെ എത്ര ചേർത്ത് പിടിച്ച് കുളിര് നൽകിയാലും വീണ്ടും തളിർക്കണമെന്നില്ല, പൂക്കണമെന്നില്ല. സമയം കിട്ടുമ്പോൾ തിരികെ വരണം. ഇവിടെ എല്ലാവരും കാത്തിരിക്കും. യാത്ര പറഞ്ഞ് സീതയെയും ചേർത്ത് പിടിച്ചിറങ്ങുമ്പോൾ പ്രതാപവർമ്മ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. വരാം വല്യമാമ. നേർത്തൊരു ചിരിയോടെ ആ കയ്യിൽ പിടിച്ചുകൊണ്ട് കണ്ണൻ വാക്കുകൊടുത്തു. ആദിയും സിദ്ധുവും കൂടി ഉണ്ടായിരുന്നു. തമ്മിൽ ചേരുമ്പോൾ പറയാറുള്ളത് പോലുള്ള കളിച്ചിരികളൊന്നുമില്ലാതെ രണ്ടുപേരും വന്ന് മൗനമാണ്. അത് മനസ്സിലായിട്ടും കണ്ണനോ സീതയോ അവരോടൊന്നും ചോദിച്ചില്ല. കാരണം അവരെ പോലെ തന്നെയൊരു വിങ്ങുന്ന അവസ്ഥയിൽ തന്നെയായിരുന്നു അവരും. യാത്ര പറച്ചിലിൻ്റെ ഭീകരത അവരെയും ഉലച്ചു കളഞ്ഞിരുന്നു. പാതിയിൽ നിന്നും അവർക്കൊപ്പം ചേർന്ന ഹരിയുടെയും അവസ്ഥയിൽ വലിയ മാറ്റമൊന്നുമില്ല. മനസ്സിലെ ദുഃഖവും മുഖവും പ്രവർത്തികളും ഏറ്റെടുത്ത് കഴിഞ്ഞിരുന്നു. ഒരുമിച്ച് കൂടലിനെ ആഘോഷമാക്കിയവർ അന്ന് വാക്കുകൾക്ക് ക്ഷാമമെന്നതുപോലെ മൗനം കൂട്ടിപ്പിടിച്ചു. എയർപോർട്ടിലെത്തും വരെയും അതങ്ങനെ അവരെ പിടിച്ചു ഞെരിയിച്ചു. പലപ്പോഴും ശ്വാസം മുട്ടിപ്പിടഞ്ഞു. ലഗേജ് എടുത്ത് വെച്ചതെല്ലാം ആദിയും സിദ്ധുവും കൂടിയാണ്. സീത ഹരിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് നിന്നു. പോട്ടേടാ. ആദിയെയും സിദ്ധുവിനെയും ഒരു ജന്മത്തിൻ്റെ കടപ്പാടുള്ളതുപോലെ കണ്ണൻ ഇറുകെ പുണർന്നു. രണ്ടാളും കൂടി ലീവെടുത്തുകൊണ്ട് ബാംഗ്ലൂരിലേക്ക് വാടാ. കുറച്ച് ദിവസം നമ്മൾക്ക് അവിടെ കൂടാം. കണ്ണൻ രണ്ടുപേരോടുമായി പറഞ്ഞു. വരാൻ കണ്ണ. രണ്ടാളും സമ്മതിച്ചു. ഹരിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ വീണ്ടും കണ്ണന് ശ്വാസം മുട്ടി. ഇത്തിരി കാലം കൊണ്ട് ഒട്ടേറെ ആഴത്തിൽ ഉള്ളിലേക്കിറങ്ങിയ മായാജാലക്കാരനാണ്. അവനോടെങ്ങനെ യാത്ര പറയുമെന്ന് അപ്പോഴും അറിയില്ലായിരുന്നു. വിളിച്ചോണ്ട് പോടാ. തൻ്റെ കയ്യിൽ നിന്നും സീതയുടെ കൈകൾ വലിച്ചെടുത്തുകൊണ്ട് ഹരി അവളെ അവനിലേക്ക് തള്ളി. കണ്ണൻ്റെ കൈകളിൽ വീണെങ്കിലും സീതയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഹരി തിരിഞ്ഞു നടന്നത് നോക്കി സീത കണ്ണൻ്റെ നെഞ്ചിലേക്ക് മുഖം പുഴുത്തി.